മഹാഭാരതത്തിൽ വിതുരർ പറയുന്ന ഒരു ഉപദേശമുണ്ട്. അടുത്തവർ അകലുമ്പോഴും അകന്നവർ അടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണമെന്ന്. ഈ ഉപദേശം അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്കും പിണങ്ങിപ്പിരിഞ്ഞതിനു ശേഷമുള്ള സംഭവ വികാസങ്ങൾ. ഉറ്റ ചങ്ങാതിമാരായിരുന്ന കാലത്തെ രഹസ്യങ്ങളെല്ലാം അങ്ങാടിപ്പാട്ടാക്കി പരസ്പരം ചെളിവാരിയെറിയുകയാണ് ഇരുവരും. ട്രംപിന്റെ സ്വപ്ന പദ്ധതിയായ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ ചൊല്ലിയുള്ള തർക്കമാണ് ട്രംപ് മസ്ക് ബന്ധം തകരാനുള്ള കാരണം. വാക്പോര് വ്യക്തിഹത്യയിലേക്ക് കടന്നപ്പോൾ ലോകത്തിനത് കൗതുകമായി. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റൈൻ പ്രതിയായ ബാലപീഡന കേസ് ഫയലിൽ ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ടെന്ന മസ്കിന്റെ പോസ്റ്റ് വിവാദമായതോടെ അദ്ദേഹം പിൻവലിച്ചു. മനോനില തെറ്റിയ വ്യക്തിയാണ് മസ്ക് എന്ന് ട്രംപ്. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളെ മസ്ക് പിന്തുണച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഭീഷണി ഉയർത്തി ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിനെതിരെ ഇലോൺ മസ്ക് ഒരു ബിഗ് ബോംബ് പൊട്ടിച്ചു. മസ്ക് വിശേഷിപ്പിച്ച ബിഗ് ബോംബ് പക്ഷേ നാണക്കേടിന്റെ പൊട്ടിത്തെറിയാണ്. കുപ്രസിദ്ധനായ ജെഫ്രി എപ്സ്റ്റൈന്റെ ബാലപീഡന പരമ്പരയിൽ ഡൊണാൾഡ് ട്രംപിനും പങ്കുണ്ടെന്ന മസ്കിന്റെ വെളിപ്പെടുത്തൽ വിവാദമായിരിക്കുകയാണ് USA. ബാലപീഡനത്തിൽ ട്രംപിന് പങ്കുണ്ടെന്നതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പിന്നീടുണ്ടാകുമെന്ന് സമൂഹ മാധ്യമത്തിലൂടെയാണ് മസ്ക് അറിയിച്ചത്. ഈ പോസ്റ്റ് കുറിച്ചുവെച്ചോളൂ, സത്യം പുറത്തുവരിക തന്നെ ചെയ്യും. ട്രംപിന്റെ പേര് പുറത്തു വരാതിരിക്കാനാണ് കേസ് ഫയൽ പൂഴ്ത്തിവച്ചിരിക്കുന്നത്. ഇങ്ങനെയായിരുന്നു മസ്ക് വിശേഷിപ്പിച്ച ബിഗ് ബോംബിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. നിരവധി പീഡന കേസിൽ വിചാരണ നേരിടുന്നതിനിടെ 2019 ജയിലിൽ ജീവനൊടുക്കിയ US കോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റൈന്റെ ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെട്ടതാണ് വിവാദമായ കേസ്. ഈ വെളിപ്പെടുത്തലോടെ ട്രംപും മസ്കും തമ്മിലുള്ള വാക്പോര് വ്യക്തിഹത്യയിലേക്കും കടന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സിംഹാസനത്തിൽ കയറ്റുവോളം കൂടെ നിന്ന് വിയർപ്പൊഴുക്കിയ ഇലോൺ മസ്ക് പിണങ്ങിപ്പിരിയാൻ നിമിത്തമായത് ഒരു പുതിയ ബില്ലായിരുന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമാക്കി അവതരിപ്പിച്ച ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലാണ് വിവാദമായത്. ഈ ബില്ല് താൻ അധിപനായ കാര്യക്ഷമത വകുപ്പായ ഡോജിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുമെന്നാണ് മസ്കിന്റെ വാദം. ഡോജിന് ജന്മം കൊടുത്തത് മസ്ക് ആണെന്നും പറയപ്പെടുന്നു. ഒരു ബിൽ ഒന്നുകിൽ വലുതാകാം, അല്ലെങ്കിൽ സുന്ദരമാകാം. രണ്ടും കൂടി ഒരുമിച്ച് സാധ്യമല്ലെന്ന് വിമർശിച്ചതിന്റെ പിറ്റേന്നായിരുന്നു മസ്ക് ഡോജിൽ നിന്നും സ്വയം വിരമിച്ചത്. മസ്ക് സ്വയം ഒഴിഞ്ഞുപോയതല്ല, ട്രംപും കൂട്ടരും ആട്ടിയിറക്കിയെന്നുമാണ് പിന്നാലെ പറഞ്ഞു കേട്ടത്. നോവിച്ച മസ്ക് വിഷം ചീറ്റുമെന്ന് ട്രംപിന് അറിയാമായിരുന്നു. ഒരു ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം മസ്ക് ട്രംപിനെതിരെ രംഗത്തു വന്നു. പുതിയ ബിൽ വെറുപ്പുളവാക്കുന്നു എന്ന് മാത്രമല്ല, മ്ലേച്ഛവുമാണെന്ന് മസ്ക് പരിഹസിച്ചു. ക്ഷമിക്കണം, എനിക്കിനിയും സഹിക്കാനാകില്ല. അന്യായമായി ബില്ലിനായി വോട്ട് ചെയ്ത US കോൺഗ്രസിലെ അംഗങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു. നിങ്ങൾ തെറ്റ് ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെയായിരുന്നു മസ്ക് തന്റെ ഉടമസ്ഥതയിലുള്ള എക്സിൽ ട്രംപ് മനോഹരമെന്ന് വിശേഷിപ്പിച്ച ബില്ലിനെതിരെ കുറിപ്പിട്ടത്. അമേരിക്കൻ ജനതയെ ചതിച്ച എല്ലാ രാഷ്ട്രീയക്കാരെയും അടുത്ത വർഷം നവംബറിൽ പുറത്താക്കുമെന്ന് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളെ ഉന്നമിട്ട് മസ്ക് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയെ പാപ്പരാക്കുന്ന ബില്ലിനെ ഇല്ലാതാക്കണമെന്ന മസ്കിന്റെ വിമർശനം അതിരുകടന്നപ്പോൾ അതുവരെയും പ്രതികരിക്കാതെയിരുന്ന ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. മസ്കുമായി തനിക്ക് മികച്ച ബന്ധമുണ്ടായിരുന്നു. ഇനി തങ്ങൾക്കിടയിൽ ആ ബന്ധമുണ്ടാകുമോ എന്ന് പറയാനാകില്ല. മസ്കിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. പിന്നാലെ ഇലോൺ മസ്കിന് നൽകിയിരിക്കുന്ന സർക്കാർ സബ്സിഡികളും കരാറുകളും റദ്ദാക്കുമെന്ന് ട്രംപ് ഭീഷണി ഉയർത്തി. നമ്മുടെ ബജറ്റിൽ കോടിക്കണക്കിന് ഡോളർ ലഭിക്കുവാനുള്ള എളുപ്പവഴി സർക്കാർ സബ്സിഡികളും കോൺട്രാക്റ്റുകളും ഒഴിവാക്കുകയാണ്. ജോ ബൈഡൻ അത് ചെയ്യാതിരുന്നതിൽ ഞാൻ ഇപ്പോഴും ആശ്ചര്യപ്പെടുന്നുവെന്നും ട്രംപ് പറഞ്ഞു. തന്റെ സ്ഥാപനങ്ങൾക്കെതിരെ നീക്കമുണ്ടായാൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകം ഉടൻ തന്നെ ഡീകമ്മീഷൻ ചെയ്യുമെന്ന് മസ്കും വെല്ലുവിളിച്ചു. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ ഈ വെല്ലുവിളിയിൽ നിന്ന് മസ്ക് പിൻവാങ്ങി. ബഹിരാകാശ നിലയത്തിലേക്കുള്ള വിക്ഷേപണങ്ങൾക്കായി US ഭരണകൂടം ആശ്രയിക്കുന്നത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെയാണ്. നിലവിൽ നാസയ്ക്ക് സ്വന്തം ബഹിരാകാശ പേടകങ്ങളില്ല. സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം അവസാനിപ്പിച്ചതിനു ശേഷം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകത്തെയാണ് നാസ ആശ്രയിക്കുന്നത്. ട്രംപും മസ്കും തമ്മിലുള്ള വാക്പോര് സമൂഹ മാധ്യമത്തിലാണ് കൂടുതലും. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സ്വന്തം സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യൽ വഴിയും ഇലോൺ മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയും പരസ്പരം വെല്ലുവിളിയും കളിയാക്കലുമുള്ള പോസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്.
മസ്കിന്റെ വ്യക്തിപരമായ അധിക്ഷേപം കൂടിയപ്പോൾ മുനവച്ച വാക്കുകളിൽ ട്രംപും പ്രതികരിച്ചു. ഇലോണും ഞാനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഇനി അങ്ങനെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് നന്ദികേട് പറയുകയാണെന്നും തന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് തോൽക്കുമായിരുന്നുവെന്നും മസ്ക് തിരിച്ചടിച്ചു. ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റി പകരം വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പിൻഗാമിയാക്കണമെന്ന സമൂഹമാധ്യമത്തിലെ പോസ്റ്റിനെ മസ്ക് അംഗീകരിച്ചതും റിപ്പബ്ലിക്കന്മാരിൽ എതിർപ്പ് വർദ്ധിപ്പിച്ചു. അതിനിടെ ട്രംപുമായുള്ള കൊമ്പുകോർക്കലിൽ തിരിച്ചടി നേരിടുകയാണ് മസ്ക്. US വിപണിയിൽ ടെസ്ല കമ്പനിയുടെ ഓഹരികൾ 14% ഇടിഞ്ഞപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇലോൺ മസ്കിന് നഷ്ടമായത് $3,400 കോടി ആയിരുന്നു. മസ്കിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച് കഴിഞ്ഞ മാർച്ചിൽ $80,000 കൊടുത്തു വാങ്ങിച്ച ചുവന്ന ടെസ്ല കാർ വിൽക്കുമെന്നറിയിച്ചിരിക്കുകയാണ് ട്രംപ്. ട്രംപുമായുള്ള പോര് തുടർന്നാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ മസ്ക് സന്ധി ചെയ്യാൻ സന്നദ്ധനായി എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. മസ്കുമായി ഫോൺ സംഭാഷണത്തിന് പദ്ധതിയിട്ടിരുന്നോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പരിഹാസ രൂപേണയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ വട്ടുപിടിച്ച മനുഷ്യനെയാണോ? അയാളോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ഇലോൺ മസ്ക് അമിതമായി ലഹരി ഉപയോഗിക്കുന്നു എന്ന വാർത്ത സജീവ ചർച്ചയായിരിക്കുമ്പോഴാണ് ട്രംപിന്റെ പ്രതികരണം. ഇലോൺ മസ്കിന്റെ ചില താൽപര്യങ്ങൾ അംഗീകരിക്കാത്തതിലെ ഈർഷ്യയാണ് ട്രംപ് ഭരണകൂടവുമായി ഉടക്കാൻ കാരണമെന്നും പറയുന്നുണ്ട്. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ തന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് സംവിധാനം ദേശീയ വ്യോമഗതാഗത നിയന്ത്രണത്തിനായി ഉപയോഗിക്കണമെന്ന് മസ്ക് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതർ എതിർത്തിരുന്നു. മസ്കിന്റെ ഏറ്റവും അടുപ്പക്കാരനായ ജറേഡ് ഐസക്മാനെ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ മേധാവിയാക്കാനുള്ള തീരുമാനത്തിന് ട്രംപ് തടസ്സം നിന്നതും ഇരുവർക്കുമിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കി. അതേസമയം ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച പുതിയ ബില്ലിലെ നികുതി ഇളവുകളും മറ്റു ചെലവുകളും രാജ്യത്തിന് വലിയ ബാധ്യത വരുത്തിവെക്കുമെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ബില്ലിലെ നികുതി നയങ്ങൾ മാത്രം ധനകമ്മി ഏകദേശം $3.8 ലക്ഷം കോടി അധിക ബാധ്യത ഉണ്ടാക്കുമെന്ന് പാർലമെന്റിന്റെ ബജറ്റ് ഓഫീസ് ചൂണ്ടിക്കാണിക്കുന്നു. ദരിദ്രരെ അപേക്ഷിച്ച് സമ്പന്നരായ നികുതിദായകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് പ്രധാന വിമർശനം. US-നെ രക്ഷിച്ച് മഹത്തരമാക്കാനാണ് ട്രംപിന്റെ പുതിയ ബില്ലെങ്കിലും പല മേഖലകളിലും വൻ തിരിച്ചടി നേരിടാനും സാധ്യതയുണ്ട്. ഈ ബില്ല് കാരണം രാജ്യത്തെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കാനും ഇടയാക്കുമെന്ന് വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് ഇലോൺ മസ്ക് ഈ ബില്ലിനെ വെറുപ്പുണ്ടാക്കുന്നതെന്ന് വിമർശിച്ചത്. എന്തായാലും ട്രംപുമായുള്ള കൊമ്പുകോർക്കൽ മസ്കിന് അത്രത്തോളം ഗുണകരമാകില്ല എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇലക്ട്രിക് വാഹന നികുതി ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ബില്ലിൽ പറയുന്നുണ്ട്. ഇത് മസ്കിന്റെ ടെസ്ലയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടായേക്കുമെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ലോകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സമ്പന്നനും ലോക പോലീസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാജ്യത്തെ അധിപനും തമ്മിലുള്ള വാക്പോരിന്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് രാജ്യാന്തര സമൂഹം.